യേശുവേ, എന്നെ എന്റെ കുടുംബത്തെ എന്റെ മക്കളെ എല്ലാവരെയും യേശുവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ചപ്പക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ ഒന്നും കാണിച്ചില്ലല്ലോ. കുറിച്ച് വലിക്കോ കേട്ടോ. എന്റെ അമ്മേ, എന്റെ മകന്റെ 8 വർഷം പഴക്കമുള്ള മദ്യപാനോ പ്രാർത്ഥനയാണോ അതോ സർക്കസ് ആണോ ഇവിടെ? എന്തുവായത്? ആത്മശാന്തി കിട്ടണോ? മനസ്സമാധാനത്തോട് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ പിതാവേ, എന്റെ വേളാങ്കണ്ണി മാതാവേ, അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് 8 വർഷം പഴക്കമുള്ള മദ്യപാനമാണ് അമ്മ മാറ്റി തന്നത്. ആ മകനെ അമ്മയുടെ കടയിൽ കൊണ്ടുവന്ന് മൊട്ടയടിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വരും. ആ യാത്രയ്ക്ക് അമ്മ ഒരു തടസ്സം ഉണ്ടാവില്ല. ഞങ്ങളുടെ നേർച്ച അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരാളുടെ അനുഗ്രഹം അനുഗ്രഹിക്കണേ അമ്മേ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് അറിയത്തില്ലല്ലേ? ഞങ്ങളെല്ലാവരും അങ്ങനെ നാമം പൂജിതമായിരുന്നു. എന്റെ മുടക്കി അങ്ങയുടെ രാജ്യം വരണേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേക്ക് പോലും. ആ കോഴിക്കോടോ വേളാങ്കണ്ണിക്കാ പോകുന്നത്? ആ കോഴിക്കോട് തുറന്നു കിട്ടാം. എന്താ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ കോഴിക്കോടിന്റെ കാര്യം പറയുന്നത് എന്തിനാ? ആ കോഴിക്ക് നീട്ടി കൊടുക്കാൻ മേലെ. കോഴിക്ക് നീട്ടി കൊടുക്കാൻ നീ പ്രാർത്ഥിക്കാൻ നോക്ക്. പരിശുദ്ധ മറിയമേ, നമ്പരാന്റിയമ്മേ, ഒരേ ഒരു ചെറുപ്പം കുടി നിർത്തി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി വേളാങ്കണ്ണിക്ക് പോകുന്ന സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചിരണേ അമ്മേ മാതാവേ. ആ കഞ്ഞി തിളച്ച് പൊങ്ങും അവിടെ. ആ കഞ്ഞി അടുക്കള കിളച്ച് പൊങ്ങുന്ന കണ്ടോ? പൊങ്ങുന്ന ഒരു ഇഷ്ടി എടുത്ത് കള്ളാന്ന് പോക്കോളൂ. എന്താ ആ ചെറുക്കം കള്ളുകൂടി നിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ ആ അവൻ കള്ളുകൂടി നിർത്തിയത്? നേരത്തെ നീയാണോ വേളാങ്കണ്ണി ചെന്ന് അവന്റെ മുടിയിറക്കാവുന്നത്? മുടിയിറക്കാൻ നേരത്തെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അമ്മ എനിക്ക് എല്ലാം നേടി തന്നിട്ടുണ്ട്. അമ്മയെ, എന്റെ പൊന്നമ്മേ, എന്റെ വേളാങ്കണ്ണി അമ്മ, എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുള്ളത്. അവനെ ഇവിടുന്ന് രാവിലെ കുടിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന സുബു, രഞ്ജിത്ത്, ദിനേശ്, ഇവന്മാരുടെ എല്ലാം മണ്ടേന്ന് ഇടുക്കി വീഴണേ. മണ്ടേ മാത്രമാക്കണ്ട, ട്യൂസ്ഡേയിലും വെനസ്ഡേയിലും സൺഡേയിലും ഒക്കെ അങ്ങ് ഇടുത്തി വീഴണേ. ആഴ്ച ഒരു ദിവസം പോലും ഇവന്മാർ തലപൊക്കി എന്റെ ചെറുക്കിനെ വിളിച്ചോണ്ട് പോകും. എന്റെ അമ്മ മാതാവേ, എനിക്ക് അമ്മയോട് പറയാനുള്ളത്, ആ മകൻ ഇതുവരെ വീട്ടിലോട്ട് കയറി വന്നിട്ടില്ല. അമ്മയെ, ആ മകന് സ്വബുദ്ധി കൊടുക്കണേ അമ്മേ. അവന്റെ തലയിൽ പിശാച് കയറിയിട്ട് അമ്മേ, അമ്മയുടെ വലിയ കരുണ കൊണ്ട് അവനിലുള്ള പിശാച് അമ്മയുടെ വലിയ കരുണ കൊണ്ട് വിട്ടുപോട്ടെ. പിശാച് വിട്ടുപോട്ടെ. സണ്ടിച്ചിട്ടുള്ള പിശാച് വിട്ടുപോട്ടെ. അത് കൊള്ളാലോ. ഒരു വരാൻ പറഞ്ഞിട്ട് വിട്ടുപോടാ. ഞാൻ പോവാ. എടാ അമ്മച്ചി പ്രാർത്ഥിച്ച് നിങ്ങളിലുള്ള പിശാച് വിട്ടുപോകട്ടെ എന്നാടാ. അല്ലാതെ നീ എന്താ വർത്തനം പടി പറയുന്നത്? ഈ കോലം കണ്ട ഏതെങ്കിലും പിശാചി ഇവിടെ വന്നിരിക്കൂ? അപ്പോഴാണ് ജീവിതം കൊണ്ട് അത് വിട്ടു പോകത്തില്ലയോ? എന്നാ പോലെ പാടായത് ഈ വൃത്തിയും വരയ്ക്കൊക്കെ നടക്കാൻ പഠിക്കുക കേട്ടോ. ഈ സ്റ്റൈലായിട്ട് ഇനി നടന്നാൽ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമാണ് ഇങ്ങനെ ഇറക്കി വിടുന്ന. കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്വന്തം വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് അറിയാവോ? അമ്മ അപ്പം ചുടുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ എന്നാ ഞാൻ ആ വേർപ്പ് കൊണ്ടാണ് ഇടാം. എന്നിട്ട് എന്നാ അപ്പം തിന്നാൻ എന്റെ വേർപ്പ് പോയി മര്യാദക്ക് ഈ മുടി ഇറക്കി നമുക്ക് നേർച്ച നടത്തണം. നിന്റെ അമ്മ നേർന്നതാണ്. അപ്പൊ ഈ മുടി ഇറക്കി കഴിഞ്ഞാൽ നീ അതിൽ ഒരു കല്യാണമൊക്കെ ഞാൻ നടത്തി തരാം കേട്ടോ. നമ്മൾ എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്ന വെച്ചാൽ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് അത് കഴിഞ്ഞ് ട്രെയിനിൽ കയറി നാഗപട്ടണം തറങ്ങും. അവിടുന്ന് ബസ്സിൽ കയറി നമ്മളൊക്കെ പോകും. ഇതിന്റെ ഒന്നും പോകേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ അച്ഛനെ വിളിച്ചൊന്ന് വെഞ്ചിരിപ്പിച്ചാൽ പോരാണല്ലോ. ഞാൻ കൂടി നിർത്തിയില്ലോ. അച്ഛനെ വിളിച്ച് വെഞ്ചിരിപ്പിക്കാനോ? നീ അച്ഛനെ വിളിച്ച് വെഞ്ചരിപ്പിച്ചിട്ട് വേണം എന്റെ നെറ്റരിയാൻ. പള്ളിയുടെ പണി നടക്കുക സംഭാവന ചോദിക്കും. ഈ തമിഴൊക്കെ പറയണ്ട അങ്ങോട്ട് നമുക്ക് ഈ വെള്ളങ്കാനം പള്ളി പോയി മുടി വെട്ടിച്ചാൽ പോരെ. പള്ളങ്ങാനം പള്ളിയാണോ നേരത്തെ വന്നിരിക്കുന്നത്? വേളാങ്കണ്ണി പള്ളിയിൽ മുടിയെടുക്കണമെന്നല്ലേ നേരത്തെ വന്നിരിക്കുന്നത്? തമിഴറിയാമോ നമുക്ക്? തമിഴ് പഠിക്കാൻ വേണ്ടി നമ്മുടെ ജോസൂട്ടിയില്ലേ ഓട്ടോക്കാരൻ, ജോസൂട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി തമിഴ്നാട്ടിൽ വരെ പോകുന്നുണ്ട്. അപ്പൊ നിനക്കറിയാമെന്ന് പറഞ്ഞിട്ട് തമിഴൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വരുമോ എന്ന് ചോദിച്ചാൽ അവൻ വരും. പിന്നെ ജോസൂട്ടി വന്നിട്ട് ഇത് അതെ കാണുമ്പോൾ ഇതുതന്നെ ചോദിക്കണമെന്ന് ഞാൻ തിരിക്കുവായിരുന്നു. ഇത് ആർക്കാഹിയെന്ന് എന്റെ മുടി ഇറക്കണം. അവിടെ നേർച്ചയാ. കല്ലുകൂടി നിർത്തി വേളാങ്കണ്ണി നേർച്ച പറഞ്ഞിട്ടാ. ഇനി അവിടെ പോയി മുടിയൊക്കെ ഇറക്കി സുന്ദരനാക്കണല്ലോ. നമുക്ക് ഈ യാത്ര ഒരു 2 ആഴ്ചത്തേക്ക് മാറ്റി വെച്ചാൽ. അല്ല, ഈ
ചിലപ്പോൾ ലോൺ കിട്ടിയേക്കും. അതുകൊണ്ട് പറഞ്ഞത്. അപ്പച്ച അവൻ പറഞ്ഞത് നിൽക്കട്ടോ കേട്ടോ കുടിയും വളർത്തിക്കൊണ്ട് വൃത്തിയും മെനയും കൊണ്ട് നടക്കുന്നു. പോത്തിറച്ചിയും മറ്റേ ഒരു 4 പേർക്കുണ്ടാണ് ചോറ് എടുത്തണം കേട്ടോ. കമ്മിത്തിന് പോത്തിറച്ചി വലിയ ഇഷ്ടമാണ്. പേര് ഇരുന്ന് നിന്ന പിന്നെ നമ്മളൊരു 4 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുള്ളൂ. പിന്നെ വേളാങ്കണ്ണി ചെന്ന് അവിടെ ചെന്ന് താമസിച്ച് പിന്നെ മുടി ഇറക്കിയിട്ടൊക്കെ വരുമ്പോഴേ 4 ദിവസം കഴിയും. അയ്യോ എന്റെ കോഴി പട്ടിണിയായി പോകും. ആ കോഴീനെ കൂടെ കൊണ്ടുപോകാൻ ആ ആടിനെ താറാവിനെ കൂടെ എടുത്ത് വണ്ടിക്ക് ഈ കോടിയും താറാവിനെയും ആടിനെ ഈ വണ്ടിക്കകത്ത് ഇരുന്ന നോഹയുടെ പെട്ടകോ ഇത് ജോസുകുട്ടിയുടെ ഓട്ടമായിരുന്നു. എനിക്കൂടെ തരുമോ? കൂട്ടം തെറ്റി പോകരുത്. കൂട്ടിച്ചങ്ങ് കാണും. ഈ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ വരും. അവിടെ ഇവിടെ ശ്രദ്ധിച്ചിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു. Your attention, please. അവര് പറഞ്ഞ അറ്റൻഷൻ ഇരിക്കാൻ. അയ്യോ അറ്റൻഷൻ എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞത്. എവിടാ കൊണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി നോക്കാം. ഉഴുന്ന് പലയിടത്തും കൊണ്ടുവച്ചിട്ട് എങ്ങോട്ടാണ് ചോദിക്കുന്നത്? ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അത് ശരിക്കും ഉഴുന്നുവട എന്ന് പറഞ്ഞാ അത് ശരിക്കും പറയണം. ഞാനൊരു കാര്യം മറന്നുപോയി കേട്ടോ. ജോസൂട്ടി അത്യാവശ്യമായിട്ട് നീ ഓട്ടോ ഒന്ന് വീട്ടിലോട്ടൊന്ന് വിടണം. ബൈബിൾ എടുക്കാൻ വിട്ടുപോയിരുന്നു. അയ്യോ ദൈവമേ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ച് കല്യാണം വീട്ടിൽ കൊണ്ട് ഇറങ്ങിയത്. ബൈബിൾ എടുക്കുന്നത് അതല്ല ഞാൻ ബൈബിൾ എടുക്കണം. വേറെ വല്ല അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് അവിടെ അതല്ല ഞാൻ പറഞ്ഞു വന്ന് ബൈബിൾ എടുക്കണം. തമിഴിന്റെ തെലുങ്കിന്റെ ഇംഗ്ലീഷിന്റെ ബൈബിളൊക്കെ അവിടെ കാണുമല്ലോ. അവിടെ മേടിച്ചോണ്ട് വന്നാൽ മതി. മലയാളം ഒന്ന് വായിക്കാൻ ഇംഗ്ലീഷ് വായിക്കണം. ഞാൻ പോകെ പോകെ ആണുണ്ടോടാ നിനക്ക്? കോട്ടും സൂട്ടും ഇട്ടോണ്ട് തീറ്റി തീറ്റി എന്ന് പറഞ്ഞ് ഞങ്ങളോട് കൈ നീട്ടി കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് കളിയാക്കാൻ. എന്താ മാന്യന്മാരെ എന്താ ഇവിടെ ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാ. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഓരോരുത്തരും 4000 രൂപ ഫൈൻ അടക്കേണ്ടി വരും. പിന്നോടൊക്കെ ഒരു 100 തവണ ഞാൻ പറഞ്ഞു ബൈബിൾ എടുക്കണം ബൈബിൾ എടുക്കണം. എന്തിന്? ആ ബൈബിൾ കത്തിക്കോടി നമ്മളെല്ലാം ടിക്കറ്റ്. അത് റെയിൽവേ പോലീസുകാർ വെട്ടിക്കോളും. പല വീടുകളിൽ ഇതുപോലെ വീടുകളിൽ സൂക്ഷിച്ചു ഒരു സാധാരണ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതമാകുന്ന യാത്രയുടെ ഓരോ പടവുകളും നടക്കുന്നത് നമ്മെ സഹായിക്കുന്ന